നമ്മളിതാ ഹോസ്പിറ്റലിലെത്തി. സ്കാനിങ്ങിന് വേണ്ടി പേര് കൊടുക്കലാണ്. 1 hour വെയിറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പേര് കൊടുത്തു, ബിൽ പേ ചെയ്തു. ഇനി പോയി വെയിറ്റ് ചെയ്യാം. ഇതാണ് പേര് വിളിക്കുന്ന കൗണ്ടർ. ഞാനിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എൻ്റെ നമ്പർ വരിക. ഏകദേശം 1 hour കഴിഞ്ഞ് ഇനി നമ്പർ എന്തായാലും വരാനായി. ഈവു ഫുൾ ഒച്ചയും വിളയായതുകൊണ്ട് ഒരു ഡോക്ടർ വന്ന് മോനെ ഇച്ചിരി സൈലൻ്റ് ആവുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈവു ഡോക്ടറിനെ നോക്കി പേടിപ്പിക്കലായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ നമ്പർ എത്തി. ഞാനതാ ഉള്ളിൽ കയറി സ്കാനിങ് കഴിയാനാകുന്ന സമയത്ത് ഞാൻ ഡോക്ടറിനോട് പോയിട്ട് മോനെ ഒന്ന് ഉള്ളോട്ട് കൂട്ടാൻ പറ്റുമെന്ന് ബേബീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ്ങനെ ബേബീനെ നോക്കാൻ. ഇവിടെ ഇതാ ഡോക്ടർ കാണിച്ചു കൊടുക്കുകയാണ് ഈവൂന്. ഇത് ബേബീൻ്റെ ഐസാണ്, ലെഗ്സാണ്, ഹാർട്ട് ബീറ്റാണ് കേട്ടോന്നൊക്കെ. അപ്പോൾ ഈവു ഇതെല്ലാം കണ്ടിട്ട് ഓ ഓ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഈവു ബേബീനെ കണ്ടു. ഈവു ഭയങ്കര ഹാപ്പി ആയിരുന്നു ബേബീനെ കണ്ടു. നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്തിൽ ഈവു അവിടെ ഒരു സ്നാക്ക് കൗണ്ടർ കണ്ടു. അവിടെ പോയി ഒരു റൗണ്ട് അടിച്ച് വന്നതിന് ശേഷം എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പപ്പ വാ എന്ന് പറഞ്ഞ് ഏട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള സകല ഐറ്റംസ് നോക്കിയിട്ട് ഒരു സാൻഡ്വിച്ച് മേടിച്ച് വന്നു. ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ അസസ്മെൻറ്റ് റൂമിൽ കയറിയിട്ട് BP വെയിറ്റും എല്ലാം ചെക്ക് ചെയ്യണം. ഞാൻ എന്താ BP ചെക്ക് ചെയ്യുന്നത്. എൻ്റെ BP ഇച്ചിരി ലോ ആണ്. അതായത് ചെക്കപ്പും സ്കാനിങ് എല്ലാം കഴിഞ്ഞു. എല്ലാം നോർമൽ, ബേബിയും എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ ചെക്കപ്പ് കഴിഞ്ഞെന്ന് തന്നെ ഒരു ഉച്ച ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നല്ല വിശപ്പ്. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നാണ്. നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് മീൽസ് വിളമ്പിയത്. ഹോസ്പിറ്റലിൽ കുറച്ച് ടൈം എടുത്തുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ കൺട്രോൾ പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവനും അത്യാവശ്യം വിശപ്പുള്ളതുകൊണ്ട് ഇവും നല്ലോണം ഫുഡ് കഴിച്ച്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ടേക്ക് പോയി.